ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്നൊരു പുതിയ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലൈലൻഡ് ഐഷർ ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ വോൾവോ ആണ് ഗൈസ്. വോൾവോയുടെ ഏറ്റവും നല്ല ലക്ഷറി ബസ്സാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, ഞാൻ നേരെ വണ്ടി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1S ഇൻഫിനിറ്റി ആണ് നമ്മൾ കൊണ്ടുവന്നേക്കണത്. വോൾവോ 9600 മോഡല് 2+1 ഡയമണ്ട് ക്ലാസ് AC സ്ലീപ്പറാണ് ഗൈസ്. വണ്ടിക്ക് അത്യാവശ്യം നല്ല നീളമുണ്ട്. VS6 ആണ്, മൾട്ടി ആക്സിലാണ് ഗൈസ്. പുറകെ 2 സെറ്റ് ടയർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട്. നമ്മുടെ വോൾവോ 9600യുടെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. അടിപൊളിയാണ് ഗൈസ്, കണ്ടാൽ തന്നെ ഒരു പ്രീമിയം ലുക്കാണ്. ഇൻഡിക്കേറ്ററും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ഒക്കെ സെറ്റപ്പാണ് ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിക്ക് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലാണ് എൻജിൻ വരുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ വയലറ്റ് കളറ് സംഭവം കാണുന്നതാണ് എൻജിൻ. അതിൻ്റെ അകത്താണ് എൻജിൻ ഗൈസ്. അത് കാരണം ഈ പുറകിലത്തെ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി പൊങ്ങിയാണ് ഇരിക്കണത്. ഞാൻ അകത്ത് കയറുമ്പോൾ അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. പിന്നെ സൈഡിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിൽ നമ്മുടെ ZS3യുടെ ഒക്കെ ഒരു സൈസ് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ എൻജിൻ കവർ ആണെങ്കിലും അത്യാവശ്യം പ്രീമിയം ലുക്കിൽ തന്നെ എൻജിൻ കവറും വരുന്നുണ്ട്. അടിപൊളിയാണ് ഗൈസ്. വണ്ടി മൊത്തം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാ വണ്ടി പോലെ അല്ല. പിന്നെ ഇവൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു 3-നും 4-നും ഇടയ്ക്കാണ് ഗൈസ്. 3-4 സ്മൂത്ത് റോഡാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഒരു 2 കിട്ടുകയുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വോൾവോയാണ്, മൈലേജ് ഫുള്ള് കുറവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ അകത്തോട്ടൊന്ന് കയറാം. അടിപൊളിയാണ് ഗൈസ്. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇവൻ്റെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോറ് തുറക്കുന്ന സ്വിച്ചാണ്. പിന്നെ നമ്മുടെ സൈഡിൽ ഒരു ഡിക്കിയും കൂടി തുറന്ന് വരും ഗൈസ്. അടിപൊളിയാണ്, നല്ല സ്പേസ് ഉണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത്. ഞാൻ അടുത്ത ഡിക്കിയും കൂടി തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഇവൻ്റെ എടുത്ത് പറയേണ്ടത് ഇവൻ്റെ സസ്പെൻഷനാണ് ഗൈസ്. വില കുഴി ചാടിയാൽ ഒന്നും അറിയത്തും കൂടി ഇല്ല. നല്ല കുഴി ചാടിയാൽ പോലും അറിയാലോ ഗൈസ്. ഇത് കണ്ട് നല്ല സസ്പെൻഷൻ ഉണ്ട് വണ്ടിക്ക്, എയർ സസ്പെൻഷനാണ്. അടിപൊളിയാണ് ഗൈസ്. സസ്പെൻഷൻ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ മുട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഡിക്കിയൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് ഗൈസ്, ഒരാൾക്ക് കയറി കിടക്കാൻ ശരിക്കും പറഞ്ഞാൽ. പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഡിക്കി, ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ തുറക്കാൻ പറ്റിയല്ല ഗൈസ്, അത് മാനുവലായിട്ട് തുറക്കണതാണ്. പിന്നെ വരുന്നത് നമ്മുടെ എമർജൻസി എക്സിറ്റ് ആണ്. ഒരു ചെറിയൊരു എമർജൻസി എക്സിറ്റ് ആണ് ഗൈസ്. ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തരാം. അപ്പം നമുക്ക് ഏതായാലും ഇവൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം ഗൈസ്. പിന്നെ ഇവൻ്റെ സസ്പെൻഷനൊക്കെ ഒന്ന് നേരെയാക്കി ഇടട്ടെ, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വോൾവോ 9600യുടെ പുറത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ ഈ വണ്ടീനെ വ്യത്യസ്തമാക്കണം ഇവൻ്റെ ബാക്കിലുള്ള ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ്. അതാണ് ഇവനെ ബാക്കിയുള്ള വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമാക്കണത്. അപ്പം നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കാം ഗൈസ്. അടിപൊളി സൗണ്ടാണ് നമ്മുടെ വോൾവോയ്ക്ക്. നമ്മൾ ലൈലൻഡിൻ്റെ ഐഷറിൻ്റെ ഒക്കെ സൗണ്ട് നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ വോൾവോയുടെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഒന്നും പറയാനില്ല, വിഷയം സൗണ്ടാണ് നമ്മുടെ വോൾവോയ്ക്ക്. ആ റേസ് ചെയ്യുമ്പോൾ ആ ഒരു എരപ്പ് പിടിച്ച ഒരു സൗണ്ടാണ്. നമ്മുടെ ലൈലൻഡ് വണ്ടികൾക്കും അത്യാവശ്യം അങ്ങനെ ഒരു സൗണ്ടാണ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ ക്യാബിൻ, സെറ്റപ്പ് ക്യാബിനാണ്. നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു ക്യാബിനാണ് ഗൈസ്. അടിയിൽ കൂടിയൊക്കെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നെയിം ബോർഡൊന്നുമില്ല. നെയിം ബോർഡ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് വെക്കാൻ പാടില്ല ഗൈസ്, ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടിയാണ്. പിന്നെ ഇവൻ്റെ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോ വൈപ്പറാണ് ഗൈസ്. ഒറ്റയടിക്ക് തന്നെ നമ്മുടെ വെള്ളമൊക്കെ തൂത്തങ്ങ് കളയും.
പിന്നെ ഡോറൊക്കെ അകത്തോട്ട് തുറക്കണതാണ്. നമുക്ക് പുറത്തിറങ്ങാം ഗൈസ്. നമുക്ക് ഇവൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇൻറ്റീരിയറിലാണ് ഇവനെ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് ഏതായാലും ഇൻറ്റീരിയർ നോക്കാം ഗൈസ്. ഫ്രണ്ടിൽ നമ്മുടെ വോൾവോയുടെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അപ്പം നമുക്ക് ഏതായാലും അകത്ത് കയറാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവൻ്റെ അകത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡായിട്ടാണ് വരുന്നത് ഗൈസ്. നടുക്കൊരു ഡോറും വരുന്നുണ്ട് അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം ഗൈസ്. അടിപൊളി, എൻ്റെ മോനെ. മൊത്തം നിയോൺ സ്ട്രിപ്പ് അടിച്ചേക്കുവാണ് ഗൈസ് സൈഡിൽ കൂടി. ഇതാണ് നമ്മുടെ വോൾവോയുടെ സെറ്റപ്പ്. ഇതാണ് നമ്മുടെ സീറ്റൊക്കെ വരുന്നത്. 2+1 ഗൈസ്. പിന്നെ ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് വശമാണ്. അത്യാവശ്യം പൊക്കത്തിൽ തന്നെയാണ് ബാക്ക് വശം ഇരിക്കണത്. ആ താഴത്തെ എൻജിൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡ്രൈവറിൻ്റെ അവിടെ വരെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ്. പിന്നെ എല്ലായിടത്തും ഹാൻഡ് ലഗേജൊക്കെ വെക്കാനുള്ള സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഇത്രേ ഉള്ളൂ ഇവൻ്റെ അകത്തെ വിശേഷങ്ങൾ. വണ്ടി ഫുൾ AC ആണ്. അത്യാവശ്യം നല്ല കാശ് എറിഞ്ഞാണ് ഇതിൻ്റെ അകത്ത് AC ഒക്കെ കയറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ടൂറിസ്റ്റ് പോലെ AC കയറ്റിൽ നടക്കില്ല. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ അടിയിലാണ് ഗൈസ് നമ്മുടെ എമർജൻസി സീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ അകത്തെ വിശേഷങ്ങൾ. നമുക്കിനി പയ്യെ താഴെ ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ട് ഒരു റൈഡ് പോകണ്ടേ. നമുക്ക് ഏതായാലും പയ്യെ വണ്ടി അങ്ങോട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ വണ്ടി ഏതായാലും ഓടിക്കാൻ നല്ല സുഖമാണ് ഗൈസ്. ഞാനത് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഡിക്കിയൊക്കെ അടയ്ക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് പയ്യെ വണ്ടി എടുക്കാം. സസ്പെൻഷൻ നമ്മൾ കുറച്ചിട്ടേക്കുവാണ്. നമുക്ക് സസ്പെൻഷനൊക്കെ ഒന്ന് നേരെ ആക്കിയിട്ട് വണ്ടി എടുക്കാം ഗൈസ്. നമ്മുടെ ഈ BS6 എന്ന് എഴുതിയേക്കാൻ്റെ താഴെ ഒരു ബട്ടണുണ്ട്. സംഭവം എയർ ഡോറാണ്. ഇനി വല്ലതും പറ്റി ഡോറ് തുറക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആ സ്വിച്ചെ പിടിച്ച് അങ്ങ് ഞെക്കിയാൽ മതി. ഡോറിൻ്റെ അകത്തുള്ള എയറൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് അങ്ങ് തള്ളിയെ തുറന്ന് വരും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് എടുക്കാം. അതിന് പിന്നെ ഇതാണ് നമ്മുടെ എമർജൻസി എക്സിറ്റ്. അവിടെ നിന്ന് ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കൂടിയൊക്കെ ഇറങ്ങണത്. എൻ്റെ പോനെ, ഇതിൻ്റെ അകത്ത് കൂടി ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടി ഒരു ലെവലാവും മിക്കവാറും. എന്നാ പറയാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങ് എടുക്കാം. പേരിന് വെച്ചേക്കുക. നമുക്കിവൻ്റെ ഡിക്കിയും കാര്യങ്ങളൊക്കെ അങ്ങ് അടച്ചേക്കാം ഗൈസ്. നമ്മുടെ സസ്പെൻഷൻ നേരെയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോറൊക്കെ അടച്ച് ഡിക്കിയൊക്കെ അടയ്ക്കാം ഗൈസ്. ഡോറടച്ചേക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് എടുക്കാം ഗൈസ്. മൾട്ടി ആക്സിലായതുകൊണ്ട് വേഗം തന്നെ തിരിഞ്ഞോളും ഗൈസ് നമ്മുടെ വണ്ടി. അപ്പം നമുക്ക് ഏതായാലും പയ്യെ വണ്ടി അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ട് റൗണ്ട് പോയിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിയർ ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് 19 കിലോമീറ്ററാണ് സ്പീഡ്. പെട്ടെന്ന് സ്പീഡ് കയറി ഈ വണ്ടിക്ക്. ഇപ്പോൾ 28, 36 കയറുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് തിരിക്കാം ഗൈസ്. ഇതൊരു ചെറിയ വളവാണ്. ഇവിടെ ടൂറിസ്റ്റ് ഒന്നും അങ്ങനെ ഒറ്റയടിക്ക് ഒടിഞ്ഞ് തിരിയുകയില്ല. നമ്മുടെ വോൾവോ ഒറ്റയടിക്ക് തിരിഞ്ഞു ഗൈസ്. എന്നാ അല്ലേ, മൾട്ടി ആക്സിലായതുകൊണ്ട് പെട്ടെന്ന് തിരിയാനുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത കുറേ പുതിയ വണ്ടികളുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ. ഓക്കേ.